പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2026 ആദ്യ ബൈബിൾ സ്റ്റഡിയിൽ നമുക്ക് വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേരുന്നു. 2018 ജനുവരി ആദ്യ ആഴ്ചയാണ് ഇവിടെ ബൈബിൾ സ്റ്റഡി ഫിസിക്കലായിട്ട് തുടങ്ങിയത്. അത് ഇന്നുവരെയും മുന്നോട്ട് പോകുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഓരോ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ, ഓരോ കാര്യങ്ങൾ ദൈവം ഏൽപ്പിക്കുമ്പോൾ അതിന് ദൈവികമായ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് ഒരു ടാർഗറ്റ് ഉണ്ട്, ഒരു ഗോളുണ്ട്. പലപ്പോഴും നമ്മൾ മാനുഷികമായ പല ചിന്തയിലും നമ്മൾ ആ ഒരു ഗോളിനെ അച്ചീവ് ചെയ്യുവാൻ നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയലൈസേഷൻ നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അതുകൂടാതെ സാത്താൻ എപ്പോഴും ദൈവത്തിൻ്റെ ഏത് പദ്ധതിയാണെങ്കിലും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നടക്കാതിരിക്കാൻ സാത്താൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് തന്നെ വാഴാനാണ്. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളിൽ അവനൊരു അധികാരമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പഠിക്കേണ്ടതായ ഒരു കാര്യം ദൈവത്തിൻ്റെ ആ വചനം, ദൈവത്തിൻ്റെതായ ആ സിസ്റ്റം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തി. അത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അനവധി മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഒരു വേദഭാഗമാണെന്ന് നമുക്ക് മനസ്സിലായി. അത് പ്രത്യേകിച്ച് അതൊരു മാതൃകാ പ്രാർത്ഥനയും കൂടാണ്. അതായത് യേശു പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയായിരുന്നു. അപ്പോൾ അവസാനം ഞാനത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ ദൈവം എന്നെ അത് കൺക്ലൂഡ് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് വീണ്ടും തിരിച്ച് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഒരു പർട്ടിക്കുലർ ഒരു വാക്യത്തിലോട്ട് പോകേണ്ടതുണ്ട്. കാരണം ആ ഒരു വാക്യം അതൊരു ഓടായിട്ട് നിൽക്കുന്ന ഒരു വാക്യമാണ്. അതിനകത്ത് ആ വാക്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ബൈബിൾ സ്റ്റഡി നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഫണ്ടമെൻ്റലി നമ്മൾ ചില ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ സോൾ അതാണ് നിത്യതയിൽ എത്തുക. നമ്മൾ സാത്താനുമല്ല, നമ്മൾ ദൈവവുമല്ല, നമ്മൾ മനുഷ്യർ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ മനുഷ്യനാകുന്ന അല്ലെങ്കിൽ നമ്മളെ നമുക്ക് ബോഡിയുണ്ട്, സോളുണ്ട്, സ്പിരിറ്റ് ഉണ്ട്. പലപ്പോഴും സാത്താൻ സ്വാധീനിച്ചിട്ടാണ് സാത്താനികമായ സ്വഭാവം നമ്മളിൽ ഇൻജെക്റ്റ് ചെയ്യുന്നത്. അത് സാത്താൻ ഫോഴ്സ്ഫുള്ളി ചെയ്യും. അതിന് നമ്മുടെ അനുവാദമൊന്നും വേണ്ട. സാത്താൻ അത് ബൈ ഡീഫാൾട്ടായിട്ട് സാത്താൻ ചെയ്തുകൊണ്ടേയിരിക്കും. സാത്താൻ അതിനുള്ള പെർമിഷൻ ഉണ്ട്, അല്ലെങ്കിൽ സാത്താൻ അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതി പ്രകാരം ദൈവത്തിൻ്റെ ഭാഗത്ത് വരികയും ദൈവത്തെ മനസ്സിലാവുകയും ചെയ്തിട്ട് ദൈവം നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കും. ഈ ദൈവം പല കാര്യങ്ങളും പഠിപ്പിക്കും, ദൈവം പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കും. പക്ഷേ ദൈവം ഒരിക്കലും സാത്താൻ ചെയ്തതുപോലെ ഇൻജെക്റ്റ് ചെയ്യില്ല. സാത്താൻ ചെയ്തതുപോലെ ഫോഴ്സ്ഫുള്ളി നമ്മുടെ ഉള്ളിലോട്ട് ഇടിച്ചു കയറൂല. അത് ദൈവത്തിൻ്റെ ഒരു സിസ്റ്റമാണ്. നമ്മൾ ദൈവത്തെ ഇൻവൈറ്റ് ചെയ്ത് മനഃപൂർവ്വം ദൈവത്തിൻ്റെ ആ കാര്യമാ സാത്താൻ്റെ കാര്യത്തെക്കാളും മഹത്വം. ദൈവത്തിനാ എനിക്ക് നിത്യജീവൻ നൽകാൻ പറ്റുക. ദൈവമാണ് അതായത് എന്നെ ബാഡാക്കാൻ സാത്താന് പറ്റിയെങ്കിൽ എന്നെ ഗുഡാക്കാൻ ദൈവത്തിന് പറ്റും. എന്നെ ദൈവത്തെ പോലെ ആക്കാൻ ഈ ദൈവത്തിനും പറ്റും. ദൈവത്തിന് എന്നെക്കുറിച്ച് ചില ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ദൈവത്തിന് വേണ്ടി ഏൽപ്പിക്കുക എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും പൂർണ്ണ മനസ്സോടെ
പൂർണ്ണ ബോധ്യത്തോടെ നമ്മൾ അത് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവം ഇടിച്ചു കയറി വന്ന് നമ്മളെ ശരിയാക്കുന്നത്. നോ വേ, ദൈവം ചെയ്യത്തില്ല. ദൈവത്തിന്റെ സിസ്റ്റമേ അതല്ല. ദൈവം മുട്ടും, വാതിലിൽ മുട്ടും, നമ്മുടെ ഹൃദയവാതിലുകളിൽ മുട്ടും, വചനങ്ങളെ തരും, വചനങ്ങളെ പഠിപ്പിക്കും. ഹല്ലേലൂയ. ആ എമ്മോസിലോട്ട് പോയ ആ ശിഷ്യന്മാരുടെ അടുത്തുള്ള യേശുവിന്റെ കോൺവെർസേഷൻ ഒക്കെ നോക്കിയാൽ ഒറ്റയടിക്ക് മനസ്സിലാവുക കാര്യം. അല്ല, അത്രയൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അവസ്ഥയായതുകൊണ്ടാണല്ലോ യേശുവിന്റെ ആ ക്രൂശീകരണത്തിന് ശേഷം അവരുടെ കൂടെ നടന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയത്. അപ്പൊ അങ്ങനെ ആണ് ആ ഒരു അവസ്ഥയിലായിട്ട് കൂടിയും യേശു പെട്ടെന്ന് കാര്യം പറഞ്ഞിട്ട് പോവല്ല, അല്ലെങ്കിൽ കാര്യം പറഞ്ഞ് അവനെ രക്ഷിച്ചിട്ട് അതിനെ ശരിയാക്കിയിട്ട് പോകുന്ന രീതി അല്ല. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ദൈവം അവരുടെ കൂടെ നടന്ന് വചനം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തപ്പോഴൊക്കെ അവരുടെ ഉള്ളം കത്തിയായിരുന്നു. പക്ഷേ വീടിനോട് ചേർന്നപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിക്കും. ഹല്ലേലൂയ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ശരിക്കും എന്താ അതിൻ്റെ അർത്ഥം? ഹല്ലേലൂയ. നമ്മൾ ഓരോ ആത്മീയ തലങ്ങൾ കടക്കുമ്പോൾ, ഓരോ ആത്മീയ ഘട്ടങ്ങൾ വരുമ്പോൾ, അടുത്ത ലെവലിലോട്ട് നമുക്ക് കയറണമെങ്കിൽ, ആ അടുത്ത ലെവലിലോട്ട് കയറണം എന്നുള്ള ആഗ്രഹം നമ്മൾ എക്സിബിറ്റ് ചെയ്യണം. അതായത് അവർ അത്രയും നേരം അവരുടെ കൂടെ നടക്കുമല്ലായിരുന്നു. then there will be a separation. അവന് വേണമെങ്കിൽ മുന്നോട്ട് പോവാം, അവർക്ക് അവരുടെ വീട്ടിലോട്ട് പോവാം, പിരിയാം. പക്ഷേ പിരിയുന്നതിന് പകരം, ഓ ജീസസ്, അവിടെയാണ് എൻ്റെ പിരിയുന്നതിന് പകരം കുറച്ചുകൂടെ ആഴത്തിൽ അവനെ വിളിച്ചവരെ ആ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ അവര് കാണിച്ച മനസ്സ്, അല്ലെങ്കിൽ ആ ഒരു ഹല്ലേലൂയ, ആ അടുത്ത ലെവലിലോട്ട് കയറി. അടുത്ത ലെവൽ അവൻ വീട്ടിൽ വന്നു. പിന്നെ അവന് ഹല്ലേലൂയ അവര് ശുശ്രൂഷ ചെയ്തു. അപ്പൊ അത് നമ്മൾ ഓരോ ആത്മീയ തലങ്ങൾ, ഓരോ ഘട്ടങ്ങളായിട്ട് കാണണേ. ഈ ആത്മീയ ഘട്ടത്തിൽ ദൈവമായിട്ട് ചേർന്നെടുക്കുമ്പോൾ അത് ഡിപ്പാർട്ട് ചെയ്യാനോ അതിൽ കുറഞ്ഞു പോകാനോ ചാൻസ് കൂടുതൽ. നമുക്ക് വചനമൊക്കെ ദൈവം തരും, പക്ഷേ ഹല്ലേലൂയ ആ കേൾക്കുന്ന വചനം നമ്മൾ അത് ഭയങ്കരമായി എനിക്ക് വേണം ആ വചനം, ഞാൻ അങ്ങനെ ആവണം, ദൈവം പറഞ്ഞത് അതാണ് ദൈവത്തിന്റെ സത്യമെങ്കിൽ എനിക്ക് ആ സത്യം വേണമെന്ന് നമ്മൾ നമ്മുടേതായ ആ ആഗ്രഹത്തിൽ, നമ്മുടേതായ യഥാർത്ഥമായ കോൺഷ്യസ് എഫർട്ടിൽ തന്നെ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം തരും. അടുത്ത ലെവലിലോട്ട് നമ്മൾ അപ്ലിഫ്റ്റ് ആവും. പക്ഷെ നമ്മുടെ ഒരു ക്രിസ്ത്യൻ ലൈഫിലെ നമ്മുടെ പഠനത്തിന്റെ തന്നെ ഒരു പ്രശ്നമായിരിക്കാം നമ്മുടെ വിശ്വാസകോളത്തിൽ കാണുന്നതെന്ന് വെച്ചാൽ ഒരു തെറ്റായ ഒരു ചിന്ത പ്രവണത എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആത്മീയത അങ്ങ് വന്നോളും. ഓട്ടോമാറ്റിക്കായിട്ട് ആത്മീയത വരില്ല. ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് സാത്താനികതയാണ്. സാത്താൻ കയറും ഓട്ടോമാറ്റിക് സാത്താൻ അഡ്വാൻറ്റേജ് എടുക്കും. പക്ഷേ ആത്മീയമായിട്ട് അഡ്വാൻറ്റേജ് എടുക്കണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം. നമ്മൾ അതിന് ശരിക്കും താല്പര്യപ്പെട്ട് യേശുവിനെ, ആത്മാവിനെ അധികമായി നമ്മൾ അടുത്ത് ചെന്നാൽ അവൻ അടുത്തു വരും. നമ്മൾ ഹല്ലേലൂയ അടുത്ത് വരാൻ മനസ്സില്ലെങ്കിൽ അവൻ ഇടിച്ചു കയറുമെന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. പിള്ളേരോടും എല്ലാ വിശ്വാസികളോടും കുടുംബത്തോടും എല്ലാം നമ്മൾ ഈ കാര്യം പറയണം. വി ഹാവ് ടു ഷോ അവർ വില്ലിങ്നെസ്, വി ഹാവ് ടു ഷോ അവർ അപ്ലിഫ്റ്റ്മെന്റ്, വി ഹാവ് ടു ഷോ അവർ റെഡിനെസ് ടു കം ക്ലോസ്. ഹല്ലേലൂയ. ആ ദൈവത്തിന് അടുത്തോട്ട് ചെന്നാൽ അവൻ അടുത്ത് വരും, ഉറപ്പാ. അപ്പം ഞാൻ ജസ്റ്റ് പരിശുദ്ധാത്മാവ് ഇന്ന് ഓർപ്പിച്ചതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17:5. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. മതി. ഹല്ലേലൂയ. ഈ ഒരു വാക്യം ഇച്ചിരി ഓടായിട്ട് നിൽക്കുന്ന വാക്യമാണ്. കാരണം നമ്മൾ ആ വാക്യത്തിന്റെ മുമ്പും അതിന് ശേഷമൊക്കെ നമ്മൾ യേശുവിൻ്റെ ഇവിടുത്തെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്
യേശു ആ കമ്മീഷൻ ചെയ്തതിനെക്കുറിച്ച്, അവൻ്റെ വിശ്വാസികളെ, അവൻ്റെ ശിഷ്യന്മാരെ, അവൻ്റെ ആൾക്കാരെ അവൻ പ്രൊട്ടക്റ്റ് ചെയ്തതിനെക്കുറിച്ച്, അവരെയും ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ച്, വചനം പഠിപ്പിച്ചതിനെക്കുറിച്ച്, യേശുവുമായിട്ട് അനുരൂപമാകുന്നതിനെക്കുറിച്ച്, യേശു ഉള്ളിൽ വസിക്കുന്നതിനെക്കുറിച്ച്, പിതാവ് നേരത്തെ സാജു ബ്രദർ പറഞ്ഞതുപോലെ ആ യേശുവും പിതാവും ചേർന്ന് വസിക്കുന്ന ആ ഒരു ഐക്യത്തിൻ്റെ ഒരു അവസ്ഥയിലോട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതെന്താ പറയണെന്ന് അറിയാമോ? ഇത് ഇച്ചിരി വ്യത്യസ്തമായിട്ട് മുഴച്ചു നിൽക്കുന്ന ഒരു വാക്യമാണ് ഈ 5-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയാണ്, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ഒരു മഹത്വം ഉണ്ടായിരുന്നു. ആ മഹത്വത്തിലോട്ട് എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യണമേ, അല്ലെങ്കിൽ എന്നെ തിരിച്ച് ആ മഹത്വത്തിൽ എനിക്കത് തരണമേ. നേരത്തെ ഉണ്ടായിരുന്ന ആ മഹത്വം എനിക്ക് പിന്നെയും തരണമേ എന്ന് പറയുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ യേശുവും ദൈവവുമായിട്ടുള്ള ഇടപാടാണ്. സ്വർഗത്തിൽ നടക്കണ, അല്ലെങ്കിൽ ആ വേറൊരു ലെവലായിട്ടുള്ള ഒരു കാര്യമാണ്. അവൻ ഉറപ്പായിട്ടും ഈ ലോകത്ത് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ ആ യഥാർത്ഥ ദൈവീകത വെടിഞ്ഞിട്ടാണ് അവൻ വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ ചില ആശയങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഇത് ഒട്ടുമേ പറഞ്ഞില്ല എന്നല്ല, ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഈവൻ ഈ ഒരു കാര്യം പോലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ അന്ന് പറഞ്ഞ ഏതോ ഒരാഴ്ചയിൽ ഞാനത് പറഞ്ഞായിരുന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ചും യേശു പ്രാർത്ഥിച്ചതാണ്. കാരണം ഇറ്റ്സ് റൈറ്റ് ടു ഗെറ്റ് ഇറ്റ് ബാക്ക്. അതായത് യേശു അത് മനഃപൂർവ്വം മാറ്റി വെച്ചിട്ട് ഈ ഒരു പർട്ടിക്കുലർ കമ്മീഷന് വേണ്ടി വന്നതാ. തിരിച്ച് അത് കഴിയുമ്പോൾ ആ കമ്മീഷൻ പാസ്സായി, അല്ലെങ്കിൽ ആ കമ്മീഷൻ ഫിനിഷ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കിട്ടേണ്ടതാണ്. പക്ഷേ എങ്കിൽ കൂടിയും പിതാവിനോട് അപേക്ഷിച്ചു എന്നുള്ള ഒരു അപേക്ഷയുടെ ഒരു രീതിയിൽ ഞാനത് പറഞ്ഞു എന്നുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ യഥാർത്ഥമായ ഒരു കുറച്ചുകൂടെ ആഴത്തിലുള്ള ആശയം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കുറച്ചുകൂടെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഈ യേശുവിൻ്റെ ഈ മഹത്വം, യേശുവിൻ്റെ ആ മഹത്വം എന്തായിരുന്നു? അല്ലെങ്കിൽ യേശുവിൻ്റെ ഹല്ലേലൂയ, എന്താ യേശു യഥാർത്ഥമായി ഇവിടെ ഉദ്ദേശിച്ചത്? അത് നമുക്ക് എങ്ങനെയാ അത് ബാധകമായിരിക്കുന്നത്? നമ്മൾ എന്താണ് അത് പഠിക്കേണ്ടത്? ഹല്ലേലൂയ. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചോ, ലോകമുണ്ടാകും മുമ്പേ. അപ്പോൾ നമ്മൾ ഈ ബൈബിളിൽ ഈ പറഞ്ഞ മാതിരി ആ ഒരു മഹത്വത്തിന്റെ അവസ്ഥ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളതിലല്ല തുടങ്ങുന്നത്. അപ്പം അതിനു മുമ്പേ ഉള്ള ഒരു ഇതായിട്ട്, അനാദിയായിട്ട്, അപ്പോൾ യേശു തന്നെ നമ്മൾക്ക് അറിയാമല്ലോ, അവൻ ആദിനും അന്തിനുമാണ്. അപ്പം ആദ്യമേ മുതലുള്ള അവൻ്റെ ഒരു മഹത്വമുണ്ട്. ആ മഹത്വം എനിക്ക് ആ മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ എന്നാണ് ഇവിടെ യേശുവിൻ്റെ പ്രാർത്ഥന. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച, എന്നെ പഠിപ്പിച്ച, അല്ലെ എനിക്ക് തന്ന ആ ഒരു പാറ്റേണിൽ തന്നെ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ആ വാക്യം ഒന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിമേലും ഭൂമിയിൽ എഴുതുന്ന സകല എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നേരത്തെ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ, അതോറിറ്റീസ് തന്നിട്ടുണ്ട്. നമ്മൾ അവിടെ വാഴണം. നമ്മൾ ആയിരിക്കണം അതിനെ നിയന്ത്രിക്കേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. അല്ലാതെ സാത്താനല്ല. മറ്റു മനുഷ്യരല്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ച മേഖലകൾ നമ്മൾ വാണേ പറ്റൂ. അതാണ് ദൈവം ഡിസൈൻ ചെയ്തേക്കുന്നത്. ദൈവം തുടക്കം മുതലേ, ഉണ്ടാക്കിയപ്പോൾ മുതലേ അങ്ങനെയാണ് ആമേൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. അല്ലേ, നമ്മളെ ഏൽപ്പിച്ച മണ്ഡലങ്ങളിൽ നമുക്ക് വാഴാൻ പറ്റണം. അത് വാഴുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, നമ്മളെ ഏൽപ്പിച്ച അതിനെക്കുറിച്ച് നല്ല ബോധ്യം വേണം. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ രീതിയിൽ പോകുന്നില്ല എങ്കിൽ
അത് വാഴുന്നതിന് പകരം വേറെ എന്തെങ്കിലും വാഴുകയും വേറെ എന്തെങ്കിലും അതിനകത്ത് അഡ്വാൻറ്റേജ് എടുക്കുകയും വേറെ ആരെങ്കിലുമൊക്കെയാണ് നിയന്ത്രിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഹല്ലേലൂയ. അങ്ങനെ പറയുമ്പോൾ തന്നെ ബി സ്പെസിഫിക്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ജോലിയിലായിരിക്കുന്നത്, ആ ജോലി ദൈവം തന്നാണെങ്കിൽ ആ ജോലിയുടെ എംപ്ലോയർക്ക് വിധേയപ്പെട്ട് തന്നെ ഇരിക്കണം. ദർ ഇസ് നോ മീൻ. പക്ഷെ ഈവൻ ആ ജോലിക്കാരനും അവൻ്റെ അറ്റ്ലീസ്റ്റ് അവൻ്റെ ഒരു കുടുംബമുണ്ട്, അറ്റ്ലീസ്റ്റ് അവനെ ഏൽപ്പിച്ച ചില മേഖലകളുണ്ട്, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ശുശ്രൂഷകളുണ്ട്, അവൻ്റെ കോളിംഗ് ഉണ്ട്, ആ കാര്യങ്ങളുണ്ട്, അവനെ ഏൽപ്പിച്ച കുറച്ചെങ്കിലും ആൾക്കാരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും മേഖലകളുണ്ടാവും. ആ മേഖലകളിൽ നമ്മൾ വാഴും. ഹല്ലേലൂയ. അത് വാണേ പറ്റൂ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സാറിന് എനിക്കിങ്ങനെ ഈ ഔട്ട് ഓഫ് സിലബസിൽ അല്ലെങ്കിൽ മാറിപ്പോകുന്നതിന് ഇഷ്ടമല്ലാത്ത, പക്ഷെ പരിശുദ്ധാത്മ ജസ്റ്റ് ഇങ്ങനെ ഓർപ്പിച്ചത് കൊണ്ട് പറയുന്നു എന്ന് മാത്രം. ഹല്ലേലൂയ. അതേപോലെ നമുക്ക് ഈ നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ഈ മത്തായി സുവിശേഷത്തിൽ നമ്മൾ 5-6 അധ്യായങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച സമയത്ത് സൗമ്യതയുള്ളവർ അല്ലെങ്കിൽ സൗമ്യതയുള്ള ഭാഗ്യവാൻ, അവർ ഭൂമിയെ കൈവശമാക്കുമെന്നുള്ള ഒരു മേഖല പഠിച്ചപ്പോൾ നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചായിരുന്നു. ഈ സൗമ്യത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭൂമിയെ കൈവശമാക്കുന്നുള്ള യഥാർത്ഥ വാക്കിനർത്ഥം എന്ന് വെച്ചാൽ നമ്മളെ ഏൽപ്പിച്ച ആ മേഖലകളെ അടക്കി വാഴാൻ അല്ലെങ്കിൽ കൈവശപ്പെടുത്താൻ, ഹല്ലേലൂയ, ദൈവം ഡിസൈൻ ചെയ്തേക്കുന്ന ടൂൾ സൗമ്യതയിലൂടെയാണ്. ഹല്ലേലൂയ. അതല്ലാതെ വേറെ ഫോഴ്സിലൂടെ അല്ല. അത് സാത്താന്യ സിസ്റ്റമാണ്. സാത്താനാണ് അതിനെ വേറൊരു രീതിയിലോട്ട് മാറ്റുന്നത്. അപ്പോൾ കാരണം യേശു തന്നെ ഇവിടെ ഈ ഭൂമിയിലെ ശുശ്രൂഷ യേശുവിൻ്റെ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അത് അവൻ ടീച്ചിങ് ചെയ്ത അല്ലെങ്കിൽ ആരെയും ഫോഴ്സ് ചെയ്ത സാധനങ്ങൾ അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാര്യങ്ങളെ മനസ്സിലാക്കി വളരെ സൗമ്യതയോടെ സാവധാനതയോടെ കാര്യങ്ങൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. ഞാനത് ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചു എന്നുള്ളൂ. പക്ഷെ ഞാൻ നമ്മുടെ ആ ചിന്താ വിഷയമായ ആ മഹത്വത്തിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ആ റൂറലായിട്ടുള്ള ആ കാര്യമാണ് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ലെറ്റ് us make man, let us. അപ്പോൾ തന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സത്യം അവിടെ അത് മനസ്സിലാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നടക്കും. ഓഫ് കോഴ്സ് അത് ലോകം ഉണ്ടായതിന് ശേഷമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് ആ ഒരു കോണ്ടസ്റ്റ് ആയാലും നമുക്ക് എടുത്താൽ മതി. അതായത് ലെറ്റ് us make man. അപ്പോൾ ആ സമയത്ത് ഈക്വൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കാണുന്നത്. അല്ല, ലെറ്റ് us make man in our image. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ദൈവത്തിൻ്റെ ആ മഹത്വം, ഹല്ലേലൂയ, ആ മഹത്വം നമുക്ക് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ഒരു മഹത്വവും അതിൻ്റെ ഒരു തീവ്രതയും മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഈ മോശയുമായിട്ടുള്ള പുറപ്പാട് പുസ്തകത്തിലെ ചില വേദഭാഗങ്ങളിലോട്ട് നമുക്ക് പോകുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം എന്ന് എടുക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 10 മുതലുള്ള താഴെയുള്ള വാക്യങ്ങൾ. യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കാം. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായി പർവ്വതത്തിൽ ഇറങ്ങും. ജനം പർവ്വതത്തിൽ കയറാതെയും അതിന്റെ അടിവാരം തൊടാതെയും ഇരുപ്പാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് നീ അവർക്കായി ചുറ്റും അതിർ തിരിക്കണം. പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. കൈ തൊടാതെ അവനെ കല്ലെറിഞ്ഞോ ഏതോ കൊന്നുകളയണം. മൃഗമായാലും മനുഷ്യനായാലും ജീവനോടെ ഇരിക്കരുത്. കാഹളം ദീർഘമായി ധ്വനിക്കുമ്പോൾ അവർ പർവ്വതത്തിന് അടുത്തു വരട്ടെ. മതി. ഞാൻ ഇത് പറയാൻ കാരണം, ഇവിടെ നോക്കുക, നമ്മളൊരു ഈ ഒരു കാര്യം ശരിക്കും നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ശരിക്കും അത് പതിയണേ. ദൈവം എത്ര
അതിവിശുദ്ധമായ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ മനുഷ്യന് ഒരു തരത്തിലും അടുത്ത് വരാൻ പറ്റാത്ത അത്രയും നിലവാരത്തിലുള്ള, അത്രയും ഹൈ ലെവൽ, ആ മഹത്വത്തിലുള്ള ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ കണ്ടില്ലേ, മനുഷ്യന് എങ്ങനെ, അല്ലെങ്കിൽ ആ പർവ്വതത്തിൽ ആരെങ്കിലും ആ പർവ്വതത്തിൽ തൊട്ട അവൻ മരിക്കണം എന്നാ പറയണേ. അത് മാത്രമല്ല, കൈ തൊടാതെ അവനെ കല്ലെറിഞ്ഞോ എയ്തോ കൊന്നുകളയാന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധാർത്ഥമായി നമ്മൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് അടുത്തുകൂടാൻ പറ്റാത്ത അത്രയും ഒരു ഡിഫറൻസ് ഉള്ള, അല്ലെങ്കിൽ ഒരു വലിയൊരു മഹത്വത്തിലിരിക്കുന്ന, യെസ്, ഹല്ലേലൂയ, ഒരു ദൈവത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. യേശുവും അങ്ങനെ തന്നെ ആയിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവന്റെ ആ വലിയ ആ ആ മഹിമ, അല്ലെങ്കിൽ ആ സ്റ്റാറ്റസ് വെടിഞ്ഞിട്ടാണ് നമ്മളെ രക്ഷിക്കുക എന്നുള്ള ആ എയിമിന് വേണ്ടി തന്നെ, ആ മാത്രം അവന്റെ ആ എല്ലാ ആമേൻ ഹല്ലേലൂയ, ആ വലിയ സ്റ്റാറ്റസും വെടിഞ്ഞ് താഴോട്ട് ആമേൻ നമ്മളെ രക്ഷിക്കാൻ ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും യേശുവിൻ്റെ അടുത്ത് പലപ്പോഴും പല കാര്യങ്ങളും പറയുകയും കാര്യങ്ങളെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ആ മഹത്വത്തിലോട്ട്, ഹല്ലേലൂയ, ആ മഹത്വത്തിൽ ഇരിക്കുന്നവന്റെ അടുത്താണ് നമ്മൾ പലപ്പോഴും ചില എക്സ്ക്യൂസ് ഒക്കെ പറയുന്നത്. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. അവന്റെ ഇവിടുത്തെ അന്നത്തെ ആ കമ്മീഷൻ, അതാണ് നമ്മളെ ശരിക്കും ആ യാഗമാണ്. അവൻ ഇവിടെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ, ആമേൻ ഹല്ലേലൂയ, അവന്റെ ഇവിടുത്തെ ആ കമ്മീഷനാണ്. ഹല്ലേലൂയ. അവന്റെ ആ എറ്റേണൽ ആയിട്ടുള്ള സാക്രിഫൈസ് ആണ് നമ്മൾ ഇത്രയും ഭീകരമായ ഈ ദൈവത്തിനോട് അടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വസ്തുത. ദാറ്റ് ഡസൻറ്റ് മീൻ യേശുവിന്റെ മഹത്വം കുറവെന്നല്ല. ഹല്ലേലൂയ. കാരണം യേശുവിന്റെ ആ പ്രാർത്ഥനയെ തന്നെ എന്താ അർത്ഥം? ഹല്ലേലൂയ. ആമേൻ കാരണം യേശു തിരിച്ച് പിതാവിന്റെ അടുത്ത് പോകുമ്പോൾ യേശുവിന്റെ ആ നിലവാരം എന്തായിരിക്കണം? കാരണം ഇവിടെ തന്നെ നമ്മൾ ഈ ഒരു ഭേദഭാവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ അതിനെ വേറെ പ്രത്യേക ഒരു ആംഗിൾ മാത്രം ചിന്തിച്ചാൽ മതി. ഇത് താഴോട്ട് കുറച്ച് വായിക്കുമ്പോൾ, മോശയോട്, അല്ലെങ്കിൽ പർവ്വതത്തിൽ നിന്ന് തന്നെ ദൈവം ഓഡിബിളായിട്ട് പറയുന്ന ഒരു ചില ഭാഗങ്ങളൊക്കെ ഈ പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ദൈവം എന്നിട്ട് മോശയെ വിളിക്കുന്നുണ്ട്. ഓക്കെ, മോശയെ വിളിച്ച് ദൈവത്തിന്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മൾ ഇതിനകത്ത് വായിക്കുന്നുണ്ട്, മോശ തിരിച്ചു വന്നപ്പോൾ മോശയുടെ ആ മുഖത്തിന്റെ ആ ആ തേജസ് കാരണം, അപ്പൊ ശ്രദ്ധിക്കണേ, മോശ ശരിക്കും പറഞ്ഞ ദൈവമല്ലല്ലോ, മോശയല്ലേ. പക്ഷെ മോശയുടെ ആ തേജസ്, ദൈവത്തോട് ചേർന്ന് ഇരുന്നതിൻ്റെതായ ആ തേജസ് നിമിത്തം ഈ ജനങ്ങൾക്ക് അവനെ നോക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവന്റെ മുഖം ഇങ്ങനെ ജ്വലിക്കുന്നതായിട്ടുള്ള ആ ഒരു അവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാവുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണേ. അപ്പൊ എന്താണ് സാത്താൻ ചെയ്യുന്ന പണി? അതായത് ദൈവത്തോട് ചേർന്ന് നമ്മൾ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആ വാക്കുകൾ കേൾക്കുകയും ദൈവത്തിൻ്റെതായ ഒരു അടിമയായിട്ട് നമ്മളെ തന്നെ ബോധത്തോടെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളിൽ പകർന്ന് അവന്റെ സ്വഭാവത്തോടും അവന്റെ ആ ഹോളിനെസ്സിനോടും മഹത്വത്തിലോട്ടും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്ത് ദൈവത്തിൻ്റെതായ ആ ഒരു ഉദ്ദേശത്തിലേക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുകയും അൾട്ടിമേറ്റ്ലി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ യേശു എവിടെ ഇരിക്കുന്നോ അവിടെ ഇരിക്കാനാ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ ആ ഒരു മഹത്വത്തിലോട്ട് എലിവേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയിലായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. പക്ഷെ സാത്താൻ എന്താ ചെയ്യണേ? നമ്മളിത് മനസ്സിലാവാൻ വേണ്ടി ആയിരിക്കും ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് ഈ ഒരു വേദഭാഗത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. കാരണം അതിന്റെ പ്രൈമറി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ആ പ്രാർത്ഥനയിൽ നമ്മൾ സാധാരണ ആൾക്കാരായ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിളിയാൽ വേർതിരിക്കപ്പെട്ട നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ ഒരു ആംഗിളിലോട്ട് അത് കൊണ്ടുപോകുന്നത്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുകയും അവന്റെ മഹത്വത്തോട്, അല്ലെങ്കിൽ അവൻ്റെതായ ആ ഒരു ഹൈ സ്റ്റാൻഡേർഡിലോട്ട് എലിവേറ്റ് ചെയ്യാൻ ദൈവം ശ്രമിക്കുമ്പോൾ സാത്താൻ എന്ത് ശ്രമിക്കും? നമ്മളെ
സാത്താൻ പറയുന്നത്, സാത്താൻ്റെ സ്പിരിറ്റ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവൻ്റെ സ്വഭാവം നമ്മളെ അടിച്ചേൽപ്പിച്ച് അവൻ്റെതായ രീതിയിൽ അവൻ്റെതായ അവൻ്റെ എല്ലാ അഴുക്ക് സ്വഭാവങ്ങളും നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന അവസ്ഥയല്ലേ സാത്താൻ ചെയ്യണേ. നമുക്കിത് ഫസ്റ്റ് ഫണ്ടമെൻ്റ് ഇത് മനസ്സിലാവണം. ഹല്ലേലൂയ. നമ്മൾ ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന സാത്താൻ നമ്മളിൽ പ്രവർത്തിച്ചാൽ നമ്മൾ സാത്താൻ്റെ സ്വഭാവമാവും. ദൈവം നമ്മളിൽ പ്രവർത്തിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവമാവും. നമുക്ക് ആരെ വേണം? നമ്മളത് ഡിസൈഡ് ചെയ്യണേ. വെറുതെ ഇരുന്ന് കൊടുത്താൽ ഡിസൈഡ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്തൊരു കോൺഷ്യസ് അല്ലെങ്കിൽ, അതിൽ നമ്മൾ താല്പര്യപൂർവ്വം ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ബൈ ഡീഫാൾട്ടായിട്ട് ആവാൻ പോണ സാത്താൻ്റെ സ്വഭാവമായിരിക്കും. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നമ്മൾ ഡിസിഷനും കൊടുക്കണം, ഒന്നും കൊടുക്കണം. വെറുതെ അങ്ങ് നിന്ന് കൊടുത്താൽ വെറുതെ ആയുസ് പോകുന്ന കൂട്ടത്തിൽ സാത്താൻ മാക്സിമം വേഴ്സാക്കി കൊണ്ടുപോയിക്കോളും. അല്ലല്ല. അപ്പോൾ ദൈവത്തിന് ഒരു പണി നടക്കത്തില്ല. ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ച ഒരു മാർഗവും നടക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ആമേൻ, ഹല്ലേലൂയ, യഥാർത്ഥമായി ഈ കാര്യം മനസ്സിലാക്കി, ദൈവമേ അങ്ങനെ സൃഷ്ടിച്ചത്, അങ്ങനെ വിളിച്ചത്, അങ്ങനെ യസാമൻ ഹല്ലേലൂയ ആക്കിയത് അങ്ങയുടെ പദ്ധതിയാണല്ലോ, അതുകൊണ്ട് അങ്ങ് എന്നെ ഉപയോഗിക്കണമേ എന്ന് നമ്മൾ ഹല്ലേലൂയ അങ്ങയുടെ ഹല്ലേലൂയ ആ ഒരു രീതിയിലോട്ട് ആക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ദൈവം അവിടെ പ്രവർത്തിക്കുവാൻ ഇടവരും. ഹല്ലേലൂയ. നമ്മൾ ഈ പുറപ്പാട് പുസ്തകം തന്നെ 33-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ അവിടെ പല കാര്യങ്ങളും നമുക്കത് മനസ്സിലാവും. ഹല്ലേലൂയ. അവിടെ അതിനകത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 33-ന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല, നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. അങ്ങനൊരു വാക്ക് അങ്ങനെ ദൈവം പറഞ്ഞായിരുന്നു. അതിനുശേഷം എന്നിട്ട് ദൈവം തന്നെ പറഞ്ഞതായിട്ട് അതിന് താഴോട്ട് വായിക്കുന്നു, ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു, ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു, ഞാനൊരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും, അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് നീ അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. കണ്ടില്ലേ? ഇവിടെയും നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ജനം ദുശാഠ്യമുള്ള ജനമാണ്. അപ്പോൾ ആ ദുശാഠ്യത്തിൽ നിന്ന് അവരെ കുറച്ചെങ്കിലും ദൈവത്തിന് അക്സെപ്റ്റബിൾ ആക്കാനും ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവരെ ആക്കുവാനും വേണ്ടി എന്താ ദൈവം ഇവിടെ ആക്ച്വലി ഉപയോഗിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ വാക്യം ശ്രദ്ധിച്ചു നോക്കിയാൽ ആഭരണം മാറ്റിക്കളയുക എന്നുള്ളതല്ല അതിനകത്ത് സംഭവം. അത് ആഭരണം ഒരു കണ്ടീഷൻ വെച്ചു എന്നേ ഉള്ളൂ. ശരിക്കും എന്താ ഇവിടെ ദൈവം പറയണത്? ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതിന് നിന്റെ ആഭരണം നീക്കളാന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരിങ്ങനെയാണ്. എന്നാൽ കൂടിയും ഇവർ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതും ഇവർ ചില കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുമുണ്ട്. അപ്പോൾ ഫണ്ടമെന്റലി ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ. എഗെയിൻ ദൈവം അവരോട് അരുളി ചെയ്യണം. അപ്പൊ അരുളി ചെയ്യുന്നതിന് അവർ ഒരു കണ്ടീഷനായിട്ട് ദൈവം വെച്ചാണ് ആഭരണം നീക്കിക്കളയുക എന്നുള്ളത്. ഹല്ലേലൂയ. അത് ആ ഒരു പർട്ടിക്കുലർ കോണ്ടസ്റ്റിൽ അങ്ങനെ പറയുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ അതിനുശേഷം ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ എൻ്റെ പോയിന്റ് അതല്ല. ഇവിടെ ദൈവം വളരെ ക്ലിയർ കട്ടായിട്ട് പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ നടക്കത്തില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ അധ്യായത്തിൽ തന്നെ 33-ന്റെ 14 എന്ന് വായിച്ചു നോക്കി. 14 ഇങ്ങനെ എഴുതിയേക്കുന്നു, അതിന് അവൻ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ദൈവം കൂടെ പോരുന്നതും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ പോരുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിവിടെ പിന്നെയും മനസ്സിലാക്കേണ്ടത്, ദൈവം കൂടെ പോന്നാൽ ദൈവത്തിൻ്റെ, അതായത് നമ്മൾ ആ പുറപ്പാട് പുസ്തകത്തിലെ 19-ാം അധ്യായത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലായില്ലേ? ദൈവം അത്ര ഹോളി, അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ടാണ് നമ്മൾ ആവേണ്ടത്. അപ്പോൾ ദൈവം തന്നെ പറയുന്നു, ഇത് ശരിയാവത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ ചിലപ്പോൾ ഞാൻ വഴി വെച്ച് നിന്നെ നശിപ്പിച്ചു കളയും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം പറയുന്നു സാന്നിധ്യം പോരും. അപ്പോൾ സാന്നിധ്യം
ഹല്ലേലൂയ, ആ ദൈവിക പ്രസൻസ്, ഹല്ലേലൂയ, ആ പ്രസൻസിന് യെസാമൻ ഒത്തിരി പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവികമായൊരു പ്രസൻസിൽ, ഹല്ലേലൂയ, ആണ് ഇസ്രായേൽ മക്കൾ പിന്നീട് യെസാമൻ അങ്ങോട്ട് നമ്മളത് മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ആ മഹത്വത്തിന്റെ ആ ഒരു യഥാർത്ഥമായ ആ രീതിയിലോട്ട് നമ്മൾ പോകുമ്പോൾ, ഹല്ലേലൂയ, അത് ഒത്തിരിയുള്ള ഒരു 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്. നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആ 10-ാം അധ്യായത്തിൽ ആ ദാനിയേലിന്റെ മുമ്പിൽ പ്രത്യക്ഷമായ ആ ഒരു വ്യക്തിയുടേതായ ആ കാര്യങ്ങളൊക്കെ അവിടെ ഈ പറഞ്ഞ മാതിരി ഇല്ലുസ്ട്രേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ മുമ്പിൽ നിൽക്കാൻ ദാനിയേലിന് പറ്റുന്നില്ല. അപ്പോൾ ഒരു വലിയ മഹത്വത്തിന്റെ അവസ്ഥയിൽ നിന്ന്, ആമേൻ, ഹല്ലേലൂയ, ആ ദൈവിക പ്രസൻസിൽ നിന്ന് ദാനിയേലിന്റെ അടുത്ത് വന്നപ്പോൾ ആ ദാനിയേലിന് അതിന്റെ മുമ്പിൽ, അത് ദാനിയേലാന്ന് ഓർക്കണം, എന്നിട്ട് ദാനിയേലിന് പറ്റിയില്ല. ഇവിടെ മോശയുടെ കാര്യം നമ്മൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മോശയും ഈ പറഞ്ഞ മാതിരി മോശയോട് തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പുറംഭാഗം കാണിക്കാം, അതിൻ്റെ കൈ മറച്ചിട്ട്, അല്ലെങ്കിൽ അല്ലാതെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ മോശ തീരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ചാൽ, അത്ര ഭയങ്കരമായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ ആ ദൈവത്തോട് നമ്മളെ അടുപ്പിക്കാനാണ് ആ വലിയ മഹിമയൊക്കെ വിട്ട് യേശുവപ്പൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ആ ഒരു കാര്യം യേശാമൻ മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ആ യേശുവിനെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ടോ എന്ന് സംശയം. ആ ദൈവത്തിൻ്റെ ആ മഹിമ, അല്ലെങ്കിൽ യേശു അതേ അതേ ഈ പറഞ്ഞ അതേ ഈക്വൽ കാറ്റഗറി, ഈക്വൽ സ്റ്റാറ്റസാ. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് വേണ്ടി മാത്രം, നമുക്ക് വേണ്ടി നമ്മളെ ആ പിതാവിനോടൊന്ന് അടുപ്പിക്കാൻ, നിരപ്പിക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് അതിൻ്റെ യഥാർത്ഥമായി, ഞാൻ അതിനകത്ത് എല്ലാ വാക്യങ്ങളും വചനങ്ങളും എടുത്തു പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അതിനകത്ത് ഫണ്ടമെൻ്റൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും വലിയൊരു ഫണ്ടമെൻ്റൽ കാര്യം എന്ന് പറയുന്നത്, പ്രിയ ദൈവമക്കളെ, യേശു നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ പാപങ്ങളെ, അകൃത്യങ്ങളെ, ലംഘനങ്ങളൊക്കെ ആത്മാർത്ഥമായി യേശുപ്പൻ്റെ കയ്യിൽ കൊടുക്കുവാണെങ്കിൽ യേശു നമ്മളെ അക്സെപ്റ്റ് ചെയ്യുവാൻ തയ്യാറാണ്. നമ്മുടെ ഹൃദയത്തെ നമ്മൾ യഥാർത്ഥമായി നമ്മുടെ സ്പിരിറ്റിനെ യേശുവിൻ്റെ കൊടുക്കുകയും യേശുവെ എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുകയും ചെയ്യുക എന്ന് യഥാർത്ഥമായി നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ആ അവസ്ഥയുണ്ടല്ലോ. ഹല്ലേലൂയ. ആ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ആ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഈ റോമാ ലേഖനം 8-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ എഴുതി, there is therefore now ഒരു പദമുണ്ട് അവിടെ, നൗ എന്നൊരു സാധനം, ഇപ്പോൾ. അത് യേശു ആ ഇരിക്കുന്ന അവസ്ഥ, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിലേ അതിൻ്റെ ആ ശിക്ഷാവിധി ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് വരില്ല. അല്ലെങ്കിൽ ആ ശരിക്കും, അതായത് യേശു നമ്മുടെ ഉള്ളിൽ ഇരിക്കുവാണെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പിതാവുമോട്ട്, ഹല്ലേലൂയ, അതേ, നല്ല പ്രാഗൽഭ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ യേശു ഉള്ളിലിരിക്കുന്ന അവസ്ഥ, നമ്മൾ ആ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം. ഹല്ലേലൂയ. ആ യേശു നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ, ഹല്ലേലൂയ, യേശു, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും യേശു നമ്മുടെ ഉള്ളിലില്ല, നമ്മൾ യേശുവിലും അല്ല എങ്കിൽ, ഹല്ലേലൂയ, ശരിക്കും ആ മുടിയൻ പുത്രന്റെ സ്റ്റാറ്റസാ. ഹല്ലേലൂയ. എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ വീണ്ടും ജീവിച്ചിരിക്കുന്നു. പുത്രനല്ല എന്ന് പറയുന്നില്ല അവിടെ, പക്ഷെ മരിച്ച പുത്രൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, അത്ര മഹത്വമുള്ള ആ യേശുവപ്പൻ, ആ മഹത്വത്തിൻ്റെ അവസ്ഥ വെടിഞ്ഞിട്ട്, ഹല്ലേലൂയ, ആ പിതാവുമായിട്ട് നമ്മളെ ഒന്ന് റീകൺസൈൽ ചെയ്യുവാൻ, അടുപ്പിക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, ഈ താണ ഭൂമിയിൽ ഇറങ്ങി വന്ന്, നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് നമ്മളുടെ മുഴുവൻ പാപങ്ങളെയും ശാപങ്ങളെയും രോഗങ്ങളെയും എല്ലാ അകൃത്യങ്ങളെയും എല്ലാ ലംഘനങ്ങളെയും എല്ലാം വഹിച്ച്, ഹല്ലേലൂയ, അവൻ യാഗമായി തീർന്നത് നമുക്ക് യഥാർത്ഥമായി നമുക്ക് ഹല്ലേലൂയ വിശ്വാസമുണ്ടോ, അല്ലെ യഥാർത്ഥമായി അത് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? അവൻ നമ്മുടെ
എത്ര വലിയ പാപമാണെങ്കിലും, എത്ര വലിയ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ അഡ്വാൻറ്റേജ് എടുത്തതാണെങ്കിലും, ആത്മാർത്ഥം ദൈവമേ ഞാൻ തെറ്റിപ്പോയി, ദൈവമേ എന്നെ ശുദ്ധീകരിക്കണമേ, ദൈവമേ എന്നെ കഴുകണമേ, യേശാമൻ അങ്ങനെ തന്നെ വസിക്കണം, എനിക്ക് സാത്താന്റെ യേശാമൻ രീതിയല്ല വേണ്ടത്, സാത്താന്റെ യേശാമൻ സാത്താൻ എന്നെ സ്വാധീനിച്ച്, സാത്താൻ എന്നെ യേശാമൻ എന്നെ വേറൊരു മാർഗത്തിലോട്ട് കൊണ്ടുപോയതല്ല എനിക്ക് വേണ്ടത്, അങ്ങന്റെ ജീവിതത്തിൽ അങ്ങന്റെ ഹൃദയത്തിൽ വസിക്കണം. ഹല്ലേലൂയ. പിതാവ് നോക്കുമ്പോൾ ഞാൻ യേശുവിനെ കാണുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ ഹല്ലേലൂയ നമുക്കായിരിക്കണം. ഹല്ലേലൂയ. അമ്മ ഞാൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ ആ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ യേശുവിനെ കാണുന്ന ഹല്ലേലൂയ ആ ഒരു ഇതുണ്ടല്ലോ. ഹല്ലേലൂയ. 11-ാം വാക്യം മുതൽ നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മിർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊങ്കച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന്റെ സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായി തന്നെയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് യഥാർത്ഥമായ യേശുവിന്റെ ആ സ്വഭാവം നമുക്ക് ഇവിടെ യഥാർത്ഥമായി കാണാം. അത്ര ഭയങ്കരനായ ആ നല്ലവനായ നമ്മളെ രക്ഷിച്ച നമുക്ക് വേണ്ടി താണ ഭൂമിയിൽ ഇറങ്ങി വന്ന ആ യേശു, അവന്റെ യഥാർത്ഥമായ അല്ലെങ്കിൽ അവന്റെ ആ അത് യോഹന്നാന് വെളിപ്പെടുത്തിയപ്പോൾ അവൻ ഹല്ലേലൂയ, അതൊരു നോർമലായിട്ടൊരു അവസ്ഥയല്ല, അതൊരു ഹല്ലേലൂയ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ആ വലിയൊരു അവസ്ഥയിൽ തന്നെയാണ് അവൻ യോഹന്നാന് അവൻ ഇവിടെ ഹല്ലേലൂയ അത് എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എങ്കിലും ഹല്ലേലൂയ അവിടെ ഒരു കാര്യം ഹല്ലേലൂയ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വച്ച് എന്താണ് അവൻ പറയുന്നത്? ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഞാൻ ആദ്യനും അന്ത്യനും ജീവൻ ഉള്ളവനും ആകുന്നു. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകണം. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാകുന്ന വെച്ചാൽ ഹല്ലേലൂയ യോഹന്നാന് പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിലിരിക്കുന്ന ആ അവസ്ഥയല്ല യോഹന്നാനെ ഭയപ്പെടുത്തിയത്. ഹല്ലേലൂയ. അവിടുത്തെ ഹല്ലേലൂയ അതെ ഹല്ലേലൂയ അവിടെ കിടന്ന് അവൻ മരിച്ചു പോയിക്കോട്ടെ എന്ന് വിധി എഴുതി അവൻ അങ്ങോട്ട് അയച്ച അവന്റെ ആ പ്രശ്നമല്ല അവനെ ഭയപ്പെടുത്തിയത്. പകരം യേശുവിന്റെ ഭയങ്കരതമാ ഹല്ലേലൂയ അവനെ ഭയപ്പെടുത്തിയത്. ഹല്ലേലൂയ. പ്രിയദൈവമക്കളെ, ഐ വാണ്ട് ടു ടേക്ക് ദിസ് തിങ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ പ്രശ്നമാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മളായിരിക്കുന്ന അവസ്ഥയെ ഓർത്തിട്ടാ നമുക്ക് ഭയം. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ ഇത് കണ്ടോ? ഹല്ലേലൂയ. ആ നമ്മുടെ കൂടെയുള്ളവൻ, ഉള്ളിലുള്ളവന്റെ യഥാർത്ഥ സ്വരൂപം, യഥാർത്ഥ ശക്തി എന്താണെന്ന് മനസ്സിലായാൽ ഹല്ലേലൂയ നമ്മുടെ പ്രശ്നം നമുക്കൊരു പ്രശ്നമേ അല്ല. പകരം ഹല്ലേലൂയ നമ്മളോട് കൂടെ ഇരിക്കുന്നവനാ അവൻ ഹല്ലേലൂയ നമ്മൾ യഥാർത്ഥമായി ഭയപ്പെട്ടു പോകുന്നത്. അത്ര ശക്തനാ കൂടെ ഇരുന്ന് അവൻ പറയാ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നമ്മൾ പ്രശ്നത്തെയോ പ്രതികൂലത്തെയോ നമ്മൾ ഭയപ്പെടാനേ ഉള്ളതല്ല. ഹല്ലേലൂയ. അതിന് യഥാർത്ഥമായി ഈ കൂടെ ഇരിക്കുന്ന ഉള്ളിലിരിക്കുന്ന യേശുവിന്റെ കൊടുക്കാനൊന്ന് അവൻ തയ്യാറാണോ? ഹല്ലേലൂയ. അവൻ അതിനെ ഹല്ലേലൂയ ഏറ്റവും അവൻ നന്നായി നടത്തും എന്ന് മാത്രമല്ല അവനൊരു വാക്കുകൂടും പറഞ്ഞു. ഹല്ലേലൂയ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ സാത്താന്റെ കയ്യിലല്ല, എന്റെ കയ്യിലാ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കുക, ഞാൻ നരകത്തിലേ പോവുള്ളൂ, സാത്താൻ എന്നെ പൂട്ടി അല്ലെങ്കിൽ സാത്താൻ എന്നെ നശിപ്പിച്ചു കളയും, ഞാനിങ്ങനെ. നോ, അങ്ങനല്ല.
ഹല്ലേലൂയ. ആ സാത്താൻ എന്തൊക്കെ പറഞ്ഞാലും ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നവനാ യേശു. അവനാണ് നിന്റെ കയ്യിലിരിക്കുക അല്ലെങ്കിൽ നിന്റെ ഉള്ളിലിരിക്കുന്നെങ്കിൽ യു ഡോണ്ട് നീഡ് ടു വറി അറ്റ് ഓൾ. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സാത്താൻ. ഹല്ലേലൂയ. പകരം നമ്മൾ വിളിക്കുന്ന യേശുവിന്റെ കയ്യിലാ നിന്നെ പാതാളത്തിലോട്ട് വിടുന്ന ഫൈനൽ യെസ് ആമേൻ ഹല്ലേലൂയ ഒപ്പ് അല്ലെങ്കിൽ ഫൈനൽ യെസ് ആമേൻ അവന്റെ താക്കോലുള്ളവനാ പറയുന്നത്. യു ഡോണ്ട് നീഡ് ടു വറി. ഹല്ലേലൂയ. ആരും നിന്നെ നശിപ്പിക്കില്ല. യെസ് നിനക്ക് നശിക്കാൻ പറ്റത്തില്ല. അവനെ ഒന്ന് ഹൃദയത്തിൽ വെച്ചാൽ കാരണം അവനാ ഫൈനൽ വേർഡ്, ഫൈനൽ അതോറിറ്റി. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.